അപ്പോൾ ഒരു ബഡ്ജറ്റ് പ്ലാനിങ് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? എന്തൊക്കെ കൺസിഡറേഷൻ ആണ് ബഡ്ജറ്റ് പ്ലാനിങ്ങിൽ നമുക്ക് നമുക്ക് ഒന്ന് ഫോർസീൻ ചെയ്ത് കാണേണ്ടത്? ബഡ്ജറ്റ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു സെൻസിറ്റീവ് ഒരു കാര്യമാണ്. കാര്യം ബിൽഡറെ സംബന്ധിച്ച് അദ്ദേഹം പ്രോഫിറ്റിന് വേണ്ടി ചെയ്യുന്നതും ക്ലയന്റിനെ സംബന്ധിച്ച് ഏറ്റവും കുറയണമെന്നും ആഗ്രഹിക്കും. ഇതിന്റെ ഇടയിലാണ് ഒരു പ്രോജക്റ്റ് നടക്കുന്നത്. ഒരു പ്ലോട്ട് സ്ട്രെയിറ്റ് ആയിരിക്കുമ്പോൾ വേറെ പ്രശ്നമില്ല. പക്ഷെ ഒരു ചരിഞ്ഞ പ്ലോട്ട് വരുമ്പോൾ നമ്മളവിടെ റിട്ടൈനിങ് വാൾ എന്നൊരു സാധനം വരും. ഇന്റർലോക്ക്, കിണർ, പിന്നെ ഇപ്പോൾ സർക്കാരിന്റെ മാൻഡേറ്ററി ആയിട്ടുള്ള വൺ ടൈം സെസ്, വർക്ക്, പിന്നെ അതുമായിട്ട് സ്റ്റാറ്റ്യൂട്ടറി ബിൽഡിംഗ് പെർമിറ്റുകൾ, ഇതിനൊരു 10% ഒരു കണ്ടിജൻസി മാറ്റിവെക്കണം. അതായത് ഒരു 50 ലക്ഷം രൂപയുടെ വീടാണെങ്കിൽ ഒരു 5 ലക്ഷം രൂപ ഇങ്ങനെയുള്ള ഒരു ഇതിന് മാറ്റിവെക്കണം. പിന്നെ നമ്മൾ ഫർണിഷിങ്ങിന്റെ വീട്ടിന്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇത് ഫർണിഷ് ചെയ്യാന്നുള്ളതുണ്ട്. ഒരു ഇന്റീരിയർ ചെയ്യുമ്പോൾ ചിലര് ഓൾ ഇൻക്ലൂസീവ് ആണ്. ഇപ്പൊ ഓവൻ, TV, ഫ്രിഡ്ജ് ഉൾപ്പെടെ ചെയ്യുന്നവർ കാണും. പക്ഷെ നോർമലി അതൊക്കെ നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ചെലവും കൂടെ അനദർ ഒരു 10% 5% മാറ്റി വയ്ക്കണം. അപ്പൊ ഒരു ആവറേജ് 15 to 20% നമ്മളൊരു വേരിയേഷൻ എപ്പോഴും പ്രതീക്ഷിക്കണം. അത് പലപ്പോഴും ഡിസ്പ്യൂട്ടിലേക്ക് പോകാറുണ്ട്. ഇത് ആദ്യമേ പറഞ്ഞില്ല, അറിഞ്ഞില്ല എന്ന് പറയരുത്. കാര്യം ഇലക്ട്രിസിറ്റി എടുക്കണം, അതുപോലെ വാട്ടർ അതോറിറ്റിക്ക് ലൈൻ എടുക്കുന്നതിൽ ചിലപ്പോ എന്തെങ്കിലും വേറൊരാൾ അവരുടെ ചെലവിൽ ഇട്ടതായിരിക്കും, നമുക്ക് വേണ്ടി വീണ്ടും ലൈൻ വലിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള അൺഫോർസീൻ ചെലവുകൾ ഒരുപാട് ഒളിഞ്ഞിരിപ്പുണ്ട്.